ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടെയിൽസ്. അപ്പോൾ നമ്മുടെ വയനാട് ട്രിപ്പ്, അതായത് നമ്മൾ കരുവാരകുണ്ടിൽ നിന്ന് ആരംഭിച്ച വയനാട് വഴി പോകുന്ന യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഭാഗം കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി ആദ്യ ഭാഗം ഒന്ന് കാണാൻ ശ്രമിക്കൂ. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൻ ഷിജോയുമായിട്ടുള്ള ഈ യാത്ര നമ്മൾ നാടുകാണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വയനാട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് സുന്ദരമായ ഒരു പ്രദേശത്തു കൂടിയാണ് നമ്മൾ പോകുന്നതല്ലേ. എനിക്ക് ഇത്തരം യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ പോവാൻ അങ്ങനെ കഴിയാറില്ല. നമ്മൾ എപ്പോഴും നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിലും, ഒരു മാസത്തിലൊരു യാത്രയൊക്കെ നടത്തണം എന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്കത് പറ്റാറില്ല. നമുക്ക് മിക്കവാറും എന്തെങ്കിലുമൊക്കെ മറ്റാവശ്യങ്ങൾ വരികയും ആ ദിവസങ്ങൾ അല്ലെങ്കിൽ ആ വിചാരിച്ച ഫണ്ട് മറ്റാവശ്യങ്ങൾക്കായി ചിലവായി പോവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ യാത്രകൾ എപ്പോഴും നമുക്കൊരു കനി അല്ലെങ്കിൽ നടക്കാത്തൊരാഗ്രഹം പോലെ തന്നെ മാറി നിൽക്കാറാണ് പതിവ്. പക്ഷേ ഇത്തവണ നമ്മൾ ഈ യാത്ര ആരംഭിച്ചത് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ നമ്മളൊരു യാത്ര പോകുന്നു എന്നുള്ള ഒരു മൈൻഡോട് കൂടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം വയനാട്ടിലേക്ക് പോകുന്നു, വയനാട് ചെല്ലുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അപ്പോൾ തമിഴ്നാടിൻ്റെ ഗ്രാമ ഭംഗി ഒക്കെ ആസ്വദിച്ച് തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. വളരെ ഭംഗിയാണ്. ശരിക്കും തമിഴ്നാട് എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ പലപ്പോഴും സോളോ യാത്രകളൊക്കെ തമിഴ്നാട്ടിലൂടെ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന അത്തരം പ്ലാനുള്ള ഒരാളാണ്. പക്ഷെ നടത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പോൾ പൊതുവെ നമ്മുടെ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും നാട്ടിലാണല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി, നമ്മൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന നാട്ടിലൂടെ ആണെങ്കിലും ശരി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ അടുത്ത് ആകെ ഉള്ളതൊരു ബൈക്കാണ്. ഈ ഒരു ബൈക്കും വെച്ചിട്ട് നമ്മൾ ഇത്തരം യാത്രകൾ സോളോ ആയിട്ട് ചെയ്യാനുള്ളൊരു ഭയം കൊണ്ടും ഒക്കെയാണ് നമ്മൾ യാത്രകൾ നീണ്ടു പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാനിൽ ഇത്തരം ഒരുപാട് യാത്രകളുണ്ട്. ഇനി മുന്നോട്ടുള്ള പോക്ക് ആ യാത്രകളിലൂടെ നിങ്ങളിൽ എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ വയനാട്ടിലേക്കുള്ള യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങൾ 2 സുഹൃത്തുക്കൾ മാത്രമാണുള്ളത്. സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ച് രസകരമായി യാത്ര തികച്ചും ആസ്വദിച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു യാത്ര രസകരമായി തോന്നുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല തെളിഞ്ഞ നീല നിറത്തിലുള്ള ആകാശം, അതേപോലെ തന്നെ നല്ല പച്ചപ്പ്, മഴ മാറി നിന്ന ഒരു സമയം, മഴക്കാലമാണ്, മഴ മാറി നിന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു വിഷ്വൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഒരുപാട് ഇതുപോലുള്ള തേനും അതേപോലെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് കടകളുണ്ട്. അത്തരം ഒരു കടയാണ് നമ്മളിപ്പോൾ നേരത്തെ പാസ് ചെയ്ത് പോകുന്നത്. പിന്നെ ഒരു ഫോറസ്റ്റ് ഏരിയ പോലുള്ള ഒരു ഭാഗത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും പച്ചപ്പും മലനിരകളും നീണ്ട് നിവർന്ന് കിടക്കുന്ന പാതയും ഒക്കെ നമ്മളെ അടിപൊളിയായ ഒരു മാനസിക സ്ഥിതിയിലേക്ക് എത്തിക്കും. ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾക്ക് പോലും ഒരു പ്രത്യേക സൗന്ദര്യമാണ്. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഷെഡുകളിൽ കടകൾ, ചായക്കടകൾ, അതേപോലെ തന്നെ കരിമ്പ് ജ്യൂസ്. ശരിക്കും നമ്മളെ കേരളത്തിലുള്ള പോലെ, അല്ലെങ്കിൽ കേരളത്തിലെ നാട്ടിലൂടെ യാത്ര ചെയ്തപ്പോൾ എല്ലായിടത്തും കടിപ്പീടിയാണ് അല്ലേ, സ്നാക്സ്. അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ തീരെ ഇല്ലയെന്ന് തന്നെ പറയാം കേട്ടോ. ശരിക്കും നമ്മൾ നാടുകാണി കയറി വരുമ്പോൾ നമ്മൾ പിന്നെ വയനാട്ടിലേക്കാണെങ്കിൽ പോലും നമ്മൾ തമിഴ്നാട് കടന്നിട്ട് വേണം വയനാട്ടിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാട്ടിലേക്കാണ് കയറിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ യാത്രയിൽ തന്നെ കർണാടക എത്താൻ സാധ്യതയുണ്ട്. കർണാടകയിലൂടെ ഒന്ന് കയറി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു അടിപൊളി വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു റൂട്ടിലൂടെ മനോഹരമായ ഒരു യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്ര യാത്രയിൽ ഇത്തരം ഒരു വണ്ടി മുന്നിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ, അതും ഈ ഇങ്ങനെ ഒരു ചുരം പാത പോലുള്ളൊരു ചുരം പാത പോലെ വളരെ ഇടുങ്ങിയ അല്ലെങ്കിൽ ഒരു റോഡാണ്. വളവും തിരിവുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഓവർടേക്ക് ചെയ്ത് പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇനിയൊരു സൈഡ് കിട്ടുമ്പോഴേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് ഷെഡ് പോലുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഷെഡുണ്ട്. അവിടെ ഒന്നും പ്രവേശനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ യാത്ര തുടരുന്നത് കേട്ടോ.
നിങ്ങൾ ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളുടെ വരും പാർട്ടുകളിൽ നിങ്ങൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ 900 കണ്ടിയിൽ പോകുന്നുണ്ട് കേട്ടോ. 900 കണ്ടിയിൽ ഒരു എക്സ്ട്രീം ഓഫ് റോഡൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതൊക്കെ നമ്മളുടെ നെക്സ്റ്റ് പാർട്ടുകളിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടൂ. നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനുമുള്ള ഒരുപാട് സംഭവങ്ങൾ കോർത്തിണക്കിയ വീഡിയോകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്ത് ഷിജോ. ഡ്രൈവർ എന്തോ ചിന്തയിൽ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മുടെ സഞ്ചാരത്തിലെ സന്തോഷേട്ടൻ പറയുന്ന പോലെ പറയാം, സന്തോഷ് സാറ് പറയുന്ന പോലെ. അപ്പോൾ അത്തരം യാത്രകളിൽ ഞങ്ങൾ വളരെയധികം, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ യാത്രയിൽ പാട്ടൊന്നും വെച്ചിട്ട് തന്നെ അല്ല കേട്ടോ, ഞങ്ങൾ ശരിക്കും പിന്നെ സംസാരിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യായിരുന്നു. കാരണം ഞങ്ങൾക്ക് അത്രത്തോളം വിഷയങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഞങ്ങളൊരു ഗ്യാപ്പിന് ശേഷം ഇതുപോലെ ഒഴിഞ്ഞ് കിട്ടുന്നത് രണ്ടുപേരും വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ്. ശരിക്കും ഞങ്ങളൊരു ചെറുപ്പകാലം മുതലേ ഒരുമിച്ച് പഠിച്ച് വളർന്നു വന്നവരായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും അറിയാവുന്നവരായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും പിന്നെ കാഴ്ചകൾ ആസ്വദിക്കാനും ഒക്കെ സമയം കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലെ ഒരു റിലീഫ് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ ടെൻഷൻസും മാറ്റി വെച്ച് നമുക്ക് ആ പരസ്പരം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എല്ലാം ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചായത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വളരെ മനോഹരമായ തമിഴ്നാടൻ സൗന്ദര്യം, തമിഴ്നാടൻ പ്രകൃതി സൗന്ദര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രകൃതി ആസ്വാദനത്തിന് എൻ്റെ ശബ്ദം ഒരു തടസ്സമാവുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര തുടരുകയാണ്. യാത്രകൾ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. യാത്രകൾ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ തന്നെയാണ്. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം. വളരെ രസകരമായ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗം വളരെ സുന്ദരമായി തോന്നി. ആ മരങ്ങളും ആ ഒരു തേയിലത്തോട്ടവും ഒക്കെ വളരെ ദൃശ്യഭംഗി തരുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ തന്നെയല്ലേ അല്ലേ? നല്ല രസമല്ലേ ഈ ഒരു ഭാഗം? അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തു കൂടെയൊക്കെ വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെയൊക്കെ നിർത്തി നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ സൈഡൊക്കെ ഉള്ള ഒരു സ്ഥലമൊക്കെ നോക്കി നിങ്ങൾക്ക് നിർത്തി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നിർത്താൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ നിർത്തിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാവുന്നതാണ്. വളരെ തിരക്കില്ലാത്ത ഒരു റോഡാണ്. തിരക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു വണ്ടി വരുന്നുള്ളൂ. വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി ആയിട്ടൊക്കെ ഈ ഒരു ഭാഗത്തു കൂടെ നമുക്ക് യാത്ര ചെയ്യണമെന്നുള്ള ഒരു പ്ലാനൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്രയിൽ നമ്മൾ എങ്ങനെയാണ്, എവിടെയാണ്, എന്താണ് സ്റ്റേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തതിന് ശേഷം സേഫാണെന്ന് തോന്നിയാൽ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട്. ഉടനെ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ പ്ലാനിങ്ങുകൾ ഒരുപാട് നടക്കും. പ്ലാനിങ്ങുകൾ നമുക്ക് നടത്താൻ ചിലവൊന്നുമില്ലല്ലോ. പക്ഷേ പോകാൻ ചിലവുള്ളതുകൊണ്ട് അത് നടക്കുമെന്നുള്ളതറിയില്ല. എന്താ ഭംഗിയല്ലേ ശരിക്കും. നമ്മളൊരു ഏതോ ഒരു സ്ഥലത്തു കൂടെയൊക്കെ പോകുന്ന ഒരു ഫീല് എനിക്ക് അങ്ങനെ തോന്നിയത്. കണ്ടില്ലേ ആ ബസ് സ്റ്റോപ്പിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ? ആ സ്ഥലങ്ങളുടെയൊക്കെ ഒരു ഭംഗി കണ്ടില്ലേ? ആ റോഡിൻ്റെ റോഡൊക്കെ ശരിക്കും നല്ല അടിപൊളി റോഡുകളാണ് കേട്ടോ. തമിഴ്നാട്ടിലെ എല്ലാ റോഡുകളും അടിപൊളി റോഡുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും നമ്മൾ കരുവാരക്കുണ്ടിൽ നിന്ന് നിലമ്പൂർ എത്താൻ തന്നെ ഒരുപാട് വളഞ്ഞ് തിരിഞ്ഞ് വരണം. വർക്ക് നടക്കുന്നത് കൊണ്ടാണ്. പക്ഷെ വർക്കുകളൊക്കെ ശരിക്കും സമയബന്ധിതമായി തീർക്കാൻ ഉള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻറ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ മനോഹരമായ തമിഴ്നാടൻ ഗ്രാമഭംഗിയൊക്കെ കണ്ട് നമ്മളൊരു അങ്ങാടി, ഒരു ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൗണിൽ നിന്ന് നമ്മളൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് മുന്നോട്ട് യാത്ര പോകുന്നത്. ഹെൽമെറ്റ് വാങ്ങേണ്ടി വരുമോ? ഹെൽമെറ്റ് ഇടേണ്ടി വരും. വലിയ കുഴപ്പമൊന്നുമില്ല റോഡ്. ഇതെന്ത് വെച്ചു എന്തെങ്കിലും ജോലി ഉണ്ടോ ചോദിച്ചു.